ഹായ് ഗൈസ്, ഗുഡ് മോർണിംഗ് ഫ്രം വയനാട്. ഞാനിപ്പോൾ ഉള്ളത് വയനാടാണ്. ഇങ്ങനെ ചെറിയൊരു ട്രിപ്പ് വന്നതാണ്. എന്തിനാണ് വന്നതെന്നൊക്കെ ഞാൻ പറയാം. ഒരു ചെറിയൊരു പ്രത്യേകത ഉള്ളതുകൊണ്ട് നമ്മൾ ചെറിയൊരു ട്രിപ്പ് വന്നു. അതും നമ്മുടെ വയനാട് മേഫ്ലവർ ഹോളിഡേ വില്ല. ആക്ച്വലി ഞാൻ ഇപ്പോൾ രാവിലെ എണീറ്റപ്പോൾ കുറച്ച് മഞ്ഞൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ഒരു എക്സൈറ്റഡ്. എന്താ വീഡിയോ എടുക്കണോ വേണ്ട, ഞാൻ ആക്ച്വലി ഒരു ലോങ് വീഡിയോ എടുക്കണ്ടെന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷെ ഇന്ന് രാവിലെ ഞാൻ കാണിച്ചു കേട്ടോ, ഈ ഒരു മഞ്ഞൊക്കെ കണ്ട സമയത്ത് എനിക്ക് ഭയങ്കര ആഗ്രഹം ഒരു ലോങ് വീഡിയോ എടുക്കാമെന്ന്. നല്ല രസമുണ്ട്. രാവിലെ എണീറ്റപ്പോൾ നല്ല വ്യൂ ആയിരുന്നു. അയ്യോ അങ്ങനെ പോകും. അപ്പം അതാണ് കാരണം. പിന്നെ നമ്മൾ ഇവിടെ വന്നതിൻ്റെ റീസൺ ടുഡേ ഇന്നെൻ്റെ ബർത്ത്ഡേ ആണ്. ഞാൻ എൻ്റെ ബർത്ത്ഡേക്ക് ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ആയിട്ടിരിക്കുന്ന ഒരാളാണ്. എൻ്റെ ബർത്ത്ഡേ ഡേറ്റ് കുറച്ച് കഴിയും, പ്രായമൊന്നും മാറിക്കോളും. പക്ഷേ ഞാൻ പൊതുവേ എൻ്റെ ബർത്ത്ഡേ ഞാൻ കൂടുതൽ എക്സൈറ്റഡ് ആയിട്ടിരിക്കുന്ന ഒരാളാണ്. അപ്പം എനിക്കൊരാഗ്രഹം അത് പക്ഷേമല്ല, നമ്മൾ സെൽഫായിട്ടൊന്ന് എൻജോയ് ചെയ്യണമെന്ന്. സോ ഞാൻ വിചാരിച്ചു ഒരു ചെറിയൊരു ട്രിപ്പൊക്കെ പോയി നൈസായിട്ടൊന്ന് ഒരു സ്റ്റേക്കേഷനൊക്കെ ചെയ്തിട്ട് വരാം. അങ്ങനെയാണ് ഞാനിവിടെ ഓപ്റ്റ് ചെയ്തത്. പിന്നെ ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട്, നമുക്കൊരു പ്രൈവറ്റ് പൂളൊക്കെ ഉണ്ട്. നമുക്കൊരു സ്വന്തമായിട്ടൊരു പ്രൈവറ്റ് പൂളുണ്ട്. ഇതാണ് റൂം. ഇതിൻ്റെ വ്യൂ ആംബിയൻസ് അടിപൊളിയാണ്. ഇവിടെ നിന്ന് നമുക്ക് തേയിലത്തോട്ടത്തിൻ്റെ വ്യൂ ആണ്. ആൻഡ് അതർ സൈഡ് നമുക്ക് നല്ല കാപ്പിത്തോട്ടത്തിൻ്റെ വ്യൂ ആണ്. പക്ഷെ ഞാൻ വിൻഡോയിലൂടെ കണ്ടു കാപ്പിത്തോട്ടം. പക്ഷെ എങ്ങനെ അങ്ങോട്ട് ഇറങ്ങണമെന്ന് ഒരു പിടുത്തം കിട്ടിയിട്ടില്ല. നമുക്ക് തപ്പി കണ്ടുപിടിക്കാം. ആൻഡ് ഞാൻ കുറച്ച് ബാക്കി കാര്യങ്ങളൊക്കെ കൂടി കാണിച്ചു തരാം. ആൻഡ് നിങ്ങൾക്കില്ലേ ഞാൻ കാണിച്ചു തരാം റൂമിൽ നിന്നുള്ളൊരു വ്യൂ. ഞാൻ റൂമിൽ നിന്നുള്ള വ്യൂ ഉള്ളെന്ന് കാണിച്ചു തരാം കേട്ടോ. ഇങ്ങനെയാണ് രണ്ട് സൈഡ് കംപ്ലീറ്റ്ലി ഗ്ലാസ്സാണ്. ആ കർട്ടനങ്ങ് നീക്കി കഴിഞ്ഞാൽ മറ്റേ സിനിമാറ്റിക് പക്ഷെ കൊള്ളാം, രസമുണ്ട്. ഞാൻ റൂമിൽ കയറിയിട്ട് അതിൻ്റെ വ്യൂ കാണിച്ചു തരാം. ആൻഡ് ഇതൊക്കെയാണ് മൊത്തത്തിലുള്ള കാര്യങ്ങൾ. പിന്നെ ഇവിടെ ഇന്നലെ രാത്രി നല്ല ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. ഇവിടെ ഇന്നലെ രാത്രി നല്ല ഫുഡായിരുന്നു കേട്ടോ. ഇവർക്ക് നമ്മൾ ലഞ്ച് ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈവനിങ് 4 മണിക്ക് ഒരു ചായ ഉണ്ട്. പക്ഷെ അത് കുടിക്കാൻ നമ്മൾ എത്തിയില്ല. നൈറ്റ് ഫുഡ് നമുക്ക് നെയ്ച്ചോറ്, ചിക്കൻ കറി, ചിക്കൻ ഫ്രൈ, പിന്നെ കുറച്ച് കട്ട് ഫ്രൂട്ട്സ്, പഴം, ഇതൊക്കെ ഉണ്ടായിരുന്നു. മോർണിംഗ് ഫുഡുണ്ട്, അതും ഹോംലി ഫുഡാണ്. അടിപൊളി. മോർണിംഗ് ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. ഇന്നലെ നൈറ്റ് ഫുഡ് അടിപൊളിയായിരുന്നു. ഇത് നോക്കിയാടാ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു സൈഡ് കാപ്പിത്തോട്ടമാണെന്ന്, അതിൻ്റെ ഒരു വ്യൂ ആണ്. വാ, എനിക്കത് മൊത്തത്തിൽ ഇഷ്ടപ്പെട്ടു. ഇറങ്ങി വെക്കുന്നുണ്ട്. അയ്യോ കഴിഞ്ഞൊക്കെ ഉണ്ട് തോന്നുന്നുണ്ട്. ഓക്കെ പ്ലീസ്, ഇത് ഈ ഒരു വഴി വീഴും. ഞാനുണ്ടല്ലോ സ്റ്റിൽ തേയിലത്തോട്ടവും മഞ്ഞും. അയ്യോ ഓക്കെ, അടിപൊളി വൈബ്. ഞാൻ ഇങ്ങനെ ഈ ഒരു ട്രിപ്പ് പെട്ടെന്ന് ഉണ്ടായതല്ല, ആക്ച്വലി പ്ലാൻ തന്നെയാണ്. ഞാൻ ആദ്യം ഇങ്ങനെ തീരുമാനിച്ചിട്ട് മീൻസ് എനിക്ക് എൻ്റെ ബർത്ത്ഡേ ഞാൻ പറഞ്ഞല്ലോ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ എല്ലാ പ്രാവശ്യവും നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു എനിക്ക് എൻ്റെ ബർത്ത്ഡേ ഒന്ന് സെലിബ്രേറ്റ് ചെയ്യണമെന്ന്. അപ്പോൾ ഇതേ ഒറ്റയ്ക്ക് ഇപ്പോൾ തെണ്ടി തിരിഞ്ഞ് നടക്കുന്നു. ഒരു പേടിയുണ്ട്, ഇവിടെ നിന്നൊക്കെ വീണ് പോയി കഴിഞ്ഞാൽ ആരെന്നെ എടുക്കും ഇല്ല. പക്ഷേ എന്നാലും ഒരു ഇതുമില്ലാണ്ട് ഇറക്കമാണ് കേട്ടോ. എന്നാലും ഞാൻ കണ്ടോ എടാ, ഇതിങ്ങനെ കുത്തനെ താഴത്തോട്ട് ഫുൾ തേയിലത്തോട്ടാ. പക്ഷെ രസമുണ്ട്. ഐ ലൈക്ക് ഇറ്റ്. ഓക്കെ, ഞാൻ തേയിലത്തോട്ടത്തിൻ്റെ വഴി കണ്ടുപിടിച്ചുകൊണ്ട് ഇനി ഫ്രഷ് ആയിട്ട് നമ്മൾ പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വരാം. അപ്പോൾ ഇങ്ങനെ ഉണ്ടാവും, അപ്പോൾ കുറച്ചുകൂടി ഭംഗി ഉണ്ടാവും നമ്മളെ കാണുന്നതിൻ്റെ ഉള്ളിൽ. ഞാൻ തിരിച്ച് കയറിപ്പോട്ടെ. കയറുന്നതിനിടയിൽ വീണിട്ടില്ലെങ്കിൽ ഈ വീഡിയോ നിങ്ങളെല്ലാവരും കാണും. ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് കാലം കഴിഞ്ഞിട്ട്, മീൻസ് എന്തെങ്കിലുമൊക്കെ വീണ് കയ്യും കാലം കൊടിയാണെങ്കിൽ അതൊക്കെ ശരിയായിട്ട്. ഓക്കെ, ഇല്ലടാ നമ്മൾ ഏകദേശം ലാൻഡ് ചെയ്തു. ഇതെന്താ തേയില കാപ്പിക്കുരുവിൻ്റെ എന്താ പറയുക, കാപ്പിയുടെ കുരുവാണോ? വിഷു കാണാനല്ലേ, ഇതെന്താ സ്ഥലം? കാപ്പിയുടെ കുരുവാണോ? ഞാൻ ഇതുവരെ കണ്ടില്ല. പോട്ടെ, നമുക്ക് തിരിച്ച് കയറി പോവാം. ഓക്കെ ഗൈസ്, ഓക്കെ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ വിശാലമായൊരു ഇപ്പുറത്തെ സൈഡിൽ കംപ്ലീറ്റ്ലി കാപ്പിത്തോട്ടാണ്. ഇത് കാപ്പി പൂവിട്ടതാണെന്ന് തോന്നുന്നത്. ലൈക്ക് കണ്ടോ, കാപ്പിയുടെ പൂവിട്ടതാണ് തോന്നുന്നത്. അത് ഉണങ്ങിപ്പോയിട്ടുണ്ട്. പക്ഷെ അത് വിരിഞ്ഞിക്കുകയാണെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവുമായിരുന്നല്ലേ. ഇവിടെ മൊത്തത്തിൽ കാപ്പിത്തോട്ടം, മൊത്തത്തിലൊരു വൈബ് ആംബിയൻസ് ഒക്കെ ഉണ്ട്. ഞാനുണ്ടല്ലോ താഴെ ഒരു സാധനം കാണിച്ചില്ല. അയ്യോ, ലൈക്ക് ഈ ഒരു ചെടി ഞാനിങ്ങനെ കടയിൽ ഇങ്ങനെ കാണുകയെന്നല്ലാണ്ട് നേരിട്ട് വിരിഞ്ഞ് നിൽക്കുന്നത്, അതിൻ്റെ പ്ലാന്റും കാണുന്നത് ആദ്യമായിട്ടാണ്. പൊട്ടിച്ചാലും
അല്ലേ വേണ്ടല്ലേ, വെറുതെ എന്തിനാ പറയിപ്പിക്കുന്നത്. എനിക്ക് മൊത്തത്തിലങ്ങ് ഇഷ്ടപ്പെട്ടു. കൊള്ളാം. ഞാൻ ബാക്കി കാര്യങ്ങൾ കാണിച്ചിടാം. ഇനി നമുക്കിവിടെ ഒരു ഊഞ്ഞാലൊക്കെ ഉണ്ട്, കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. കൊള്ളാം, മൊത്തത്തിൽ വൈബൊക്കെ കൊള്ളാം. ഇവിടെ ഇരുന്ന് നമുക്ക് രാവിലെ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. മൊത്തത്തിൽ നല്ലൊരു ആംബിയൻസ്. ഇവിടെ ആക്ച്വലി 2 പ്രൈവറ്റ് പൂൾ വില്ലാസാണ്. നമുക്ക് മെല്ലെ കയറി പോവാം, എന്നിട്ട് നമ്മൾ ബാക്കി പരിപാടി കഴിഞ്ഞിട്ട് ഞാൻ വരാം. ഓക്കെ. ആൻഡ് ഗൈസ്, ഇതായിരുന്നു എൻ്റെ ബെഡ്റൂം വന്നിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആൻഡ് ഇവിടുന്ന് എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടുത്തെ നീറ്റ് ആൻഡ് ക്ലീൻനെസ് ആണ്. ഭയങ്കര നീറ്റായിട്ട് ക്ലീനായിട്ട് വെൽ മെയിൻറ്റൈൻഡ് ആയിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. റൂമായാലും വാഷ്റൂമായാലും എല്ലാം അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇവിടുത്തെ റൂം AC ആണ് വരുന്നത്. പിന്നെ ഇവിടുത്തെ വ്യൂവിൻ്റെ കാര്യം ഞാൻ എടുത്ത് പറയണ്ടല്ലോ. ഇതാണ് ഞാൻ പറഞ്ഞത്, ഇവിടുത്തെ റൂമിൻ്റെ 2 സൈഡും ഗ്ലാസ് ആണ്. അത്യാവശ്യം നല്ല വ്യൂ ഒക്കെ കിട്ടുന്ന രീതിയിലാണ് വെച്ചിട്ടുള്ളത്. പിന്നെ ഇവിടെ നമുക്കൊരു ടേബിളും ചെയറും വരുന്നുണ്ട്. അതിൻ്റെ കൂടെ ഒരു TV സ്പേസും കൂടെ വരുന്നുണ്ട്. അതിന്റെ താഴെയായിട്ട് ഒരു ചെറിയൊരു കബോർഡ് ഉണ്ട്. അതിൽ നമുക്ക് അത്യാവശ്യം വേണ്ട കെറ്റില്, വെള്ളം, ഗ്ലാസ്, അങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ആൻഡ് ഇതാണ് നമ്മൾ റൂമിൽ നിന്ന് എൻ്റർ ചെയ്യുമ്പോൾ ഉള്ളത്. ഇവിടെയാണ് നമുക്ക് ഫുഡ് കഴിക്കാനുള്ള ടേബിളും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. നല്ല അടിപൊളി തേയിലത്തോട്ടവും വ്യൂ ഒക്കെ കണ്ടിട്ട് ഫുഡൊക്കെ കഴിക്കാം. അതിന്റെ തൊട്ടടുത്തായിട്ടാണ് നമ്മുടെ പൂള് വരുന്നത്. എനിക്കാണെങ്കിൽ ഇവിടെ വന്നപ്പോൾ മുതൽ എങ്ങനെയെങ്കിലും പൂളിൽ ചാടി കുളിക്കാഞ്ഞിട്ടൊരു സമാധാനം ഉണ്ടായിരുന്നില്ല. അങ്ങനെ പൂളിലൊക്കെ ചാടി ഒരു കുളിയൊക്കെ കഴിഞ്ഞിട്ട് നിൽക്കുന്നതാണ് ഈ കാണുന്നത്. ഇതായിരുന്നു നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. നല്ല പുട്ടും ചെറുപയർ കറിയായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇവിടെ ഒരു ഇത്തുണ്ട്, പുള്ളിക്കാരിയാണ് ഇവിടെ ഫുഡൊക്കെ ഉണ്ടാക്കി തരുന്നത്. നല്ല ഹോംലി ഫുഡാണ്, നല്ല അടിപൊളി ടേസ്റ്റ് ഒക്കെ ഉണ്ട്. പിന്നെ ഈ ഒരു പ്രോപ്പർട്ടിയിൽ മൊത്തത്തിൽ വരുന്നത് ആകെ 2 പ്രൈവറ്റ് പൂൾ വില്ലാസ് ആണ്. അത്യാവശ്യം നല്ല പ്രൈവസി ഉണ്ട്, അതുപോലെ തന്നെ നല്ല വ്യൂ കാര്യങ്ങൾ. മൊത്തത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ ഒരു ട്രിപ്പ്. ഞാൻ സത്യം പറയാലോ, ഈ ഒരു ട്രിപ്പ് മൊത്തത്തിൽ ഞാൻ എൻജോയ് ചെയ്തിട്ടുണ്ട്, നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നിങ്ങളും കൂടെ ഒന്ന് കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.